പാലക്കാട് ഒറ്റപ്പാലത്ത് കോൺഗ്രസ് ഗ്രൂപ്പ് വഴക്ക് പൊട്ടിത്തെറിയിലേക്ക്. ലക്കിടി പേരൂർ മണ്ഡലം പ്രസിഡന്റ് സക്കീർ ഹുസൈൻ രാജിവെച്ചു. മാനാഭിമാനത്തോടെ കോൺഗ്രസിൽ പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യമെന്ന് സക്കീർ ഹുസൈൻ ആരോപിക്കുന്നു. കൂടുതൽ രാജി ഉണ്ടാകുമെന്ന് സൂചന വരുന്നു. നിഖിൽ പ്രമേഷ് പാലക്കാട് നിന്ന് സ്ഥിതിവിവരങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. നിഖിൽ, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ് അഗൈൻ. നേരത്തെ ഷാഫി പറമ്പിലിൻ്റെ ജില്ലയിൽ സംസ്ഥാന അധ്യക്ഷനായിരുന്ന ഷാഫി പറമ്പിലിൻ്റെ ജില്ലയിൽ നിന്ന് തന്നെ നിരവധി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൂട്ടത്തോടെ രാജിവെക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ചില അഭിപ്രായ ഭിന്നതകളുടെ പശ്ചാത്തലത്തിലായിരുന്നു ഈ കൂട്ടരാജി. അതിനു പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും കോൺഗ്രസിൽ പൊട്ടിത്തെറി ഉണ്ടാകുന്നത്. കൂടുതൽ നേതാക്കൾ രാജിവെക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നത് ലക്കിടി പേരൂർ മണ്ഡലം പ്രസിഡന്റായിട്ടുള്ള സക്കീർ ഹുസൈനാണ്. സക്കീർ തൻ്റെ കാൽ നൂറ്റാണ്ട് കാലത്തെ സംഘടനാ പ്രവർത്തനത്തിന് വിരാമമിടുന്നു എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. മാനാഭിമാനത്തോടെ കോൺഗ്രസിൽ പ്രവർത്തിക്കാൻ കഴിയാത്തൊരു സാഹചര്യം രൂപപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ എന്നാണ് അദ്ദേഹത്തിൻ്റെ രാജിക്കത്തിൽ വ്യക്തമാക്കുന്നത്. ജില്ലയിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ രാജി ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് കൂടി അദ്ദേഹം നൽകുന്നുണ്ട്. ഈ രാജി DCC പ്രസിഡന്റിന് ഇതിനോടകം തന്നെ നൽകി കഴിഞ്ഞിട്ടുണ്ട്. ഇതൊരു പുതിയ വിവാദത്തിന് കൂടി കോൺഗ്രസിൽ തുടക്കമിടുകയാണ്. നേരത്തെ തന്നെ പലതരത്തിലുള്ള ചേരികളായി തിരിഞ്ഞുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് എന്ന അടക്കമുള്ള ഒരു വിഭാഗത്തിൻ്റെ ഏകാധിപത്യ പ്രവണതയോടുകൂടിയുള്ള ഇടപെടലുകളാണ് യൂത്ത് കോൺഗ്രസിൽ അടക്കം നടക്കുന്നത് എന്നുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നേതാക്കൾ രാജിവെക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. സംഘടനാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നിരവധി പൊട്ടിത്തെറികളാണ് പല മേഖലകളിലും ഉണ്ടായത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും ഒരു രാജി കൂടി ഉണ്ടാകുന്നത്. എന്തായാലും നേതൃത്വം വളരെ ഗൗരവത്തിലാണ് ഈ വിഷയങ്ങളെ കാണുന്നത്. സംസ്ഥാന അധ്യക്ഷൻ, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ ജയിലിൽ കിടക്കുന്ന ഒരു സാഹചര്യം, ഒറ്റക്കെട്ടായി പ്രതിഷേധങ്ങൾ നയിക്കേണ്ട ഒരു ഘട്ടത്തിൽ ഈ തരത്തിൽ പാർട്ടിയിൽ ഭിന്നിപ്പുണ്ടാകുന്നത് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് ഒരു വിഭാഗം പ്രവർത്തകർ പറയുന്നത്. അതുകൊണ്ട് തന്നെ കൊഴിഞ്ഞു പോകാൻ നിൽക്കുന്ന പ്രവർത്തകരെ പരമാവധി പിടിച്ചു നിർത്തുക, അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുക, പരിഹരിക്കുക എന്നുള്ളത് തന്നെയാണ് പാർട്ടിയുടെ ഇപ്പോഴത്തെ ലക്ഷ്യം. ഓക്കെ, താങ്ക് യു നിഖിൽ പ്രമേഷ്. ചില പ്രേക്ഷകരൊക്കെ സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യയുടെ കല്യാണം നടക്കുന്നതുകൊണ്ട് പല കല്യാണങ്ങളും മാറ്റിവെച്ചു എന്നൊക്കെ പറയുന്നത് ശരിയല്ലെന്നാണ് ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് ഞാനൊരു അന്വേഷണം വ്യക്തിപരമായി നടത്തിയപ്പോൾ മനസ്സിലായത്. കല്യാണത്തിൻ്റെ കാര്യം ഇങ്ങനെയാണ്. അതായത് തീർച്ചയായിട്ടും പ്രധാനമന്ത്രിയെ പോലെ ഒരാൾ ഗുരുവായൂർ സന്ദർശിക്കുമ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ ഒരുപാട് സുരക്ഷാ ക്രമീകരണങ്ങൾ നടത്തേണ്ടതുണ്ട്. അതിന് നിങ്ങൾക്കറിയാം, ഒരുപാട് പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും എവിടെ ചെന്നാലും ഇത്തരം സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്ന പതിവാണ്. കല്യാണത്തിൻ്റെ കാര്യത്തിൽ ഇങ്ങനെയാണ് മാറ്റം വരുത്തിയിട്ടുള്ളത്. അന്ന് നടക്കേണ്ട കല്യാണം 6 മണിക്ക് മുമ്പും അതുപോലെ പ്രധാനമന്ത്രിയോടെ പങ്കെടുക്കുന്ന 6 മുതൽ 9 മണി വരെ ആയതുകൊണ്ട് 9 മണിക്ക് ശേഷവുമായി പുനഃക്രമീകരിച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കല്യാണങ്ങൾ റദ്ദാക്കി എന്ന രീതിയിൽ പ്രചരിക്കുന്ന വാർത്തകളൊന്നും ശരിയല്ല എന്നാണ് ദേവസ്വം ബോർഡിലെ ഉത്തരവാദപ്പെട്ട ആളുകൾ നമ്മളെ അറിയിക്കുന്നത്. ഞാനിത് അന്വേഷിച്ച് ചെന്നപ്പോഴാണ് അവരിതൊക്കെ എന്നോട് പറഞ്ഞു. നേരത്തെ ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഇത് വ്യക്തമാക്കിയിട്ടുണ്ട് താനും. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള പ്രചാരണങ്ങൾ അഴിച്ചുവിടാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ഭംഗിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.